നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. ഇനി നമുക്ക് പഴം തോലൊക്കെ കളഞ്ഞിട്ട് ഈ ജാറിലേക്ക് ഇങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജാറിലേക്ക് തന്നെ മുറിച്ചിടുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് മൂടി വെച്ച് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒരു കട്ടയോ ഒന്നുമില്ല ഇതിൽ. നമ്മൾ അരച്ച പഴം അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില രുചിയുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വേറെ കലക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പഴത്തിൻ്റെ കൂടെ ഇട്ടാൽ നമ്മൾ ചൂടാക്കുമ്പോൾ അത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇത് വേറെ കലക്കിയിട്ടിടുന്നതാണ് നല്ലത്. ഇതിപ്പം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് ഇവിടെ ഇരുന്നോട്ടെ. നമുക്കിനി പഴമും കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ടിട്ടൊന്ന് ക്രീമാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരച്ചു കൊണ്ടുവന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒക്കെപ്പാടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല മിക്സാക്കി എടുക്കാം. അടിയിൽ ഞാൻ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പഴമൊക്കെ നന്നായിട്ട് മിക്സായി നല്ല ഇളകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിയിൽ കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. കത്തിച്ചടുപ്പത്ത് വെക്കാം. നമുക്കിനി ഇത് ഇളക്കി പഴമൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ പഴമൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് നമ്മൾ കലക്കി മാറ്റി വെച്ച കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പൊടി ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. നമുക്കിതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഇട്ടാൽ വേഗം കട്ടയാവട്ടെ. അപ്പം നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അതില്ലെങ്കിൽ കട്ടയാവും. ചെറിയ തീയിൽ വേണം ഇളക്കാൻ. ഇതിപ്പോൾ ഞാൻ 2 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ വല്ലാതെ കട്ടിയാവരുത് കേട്ടോ. ഈ പരുവത്തിൽ വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിതാ. ഈ കട്ടി മതിയേ, വല്ലാതെ കട്ടിയാക്കി എടുക്കുകയൊന്നും വേണ്ട. കണ്ടില്ലേ? ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയായിക്കോളും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലഞ്ഞ് നമ്മൾക്ക് ആവശ്യമുള്ള കട്ടിയായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വല്ലാതെ കട്ടിയാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ആയാൽ മതി. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ ക്രീം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ആറുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണിയെടുക്കാം. ഞാനിതാ 1 പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് മുറിച്ചെടുക്കാം.
ഇത് കണ്ടില്ലേ, ഇതേപോലെ മുറിച്ചെടുക്കാം. 4 സൈഡും മുറിച്ചെടുത്തു. അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ സൈഡൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഞാൻ പുതിയ ബ്രെഡാണ്. ഇതിങ്ങനെ പരത്തിയാൽ പരത്താൻ പറ്റും. നമ്മൾ വാങ്ങി 2-3 ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടെടുക്കണ ബ്രെഡാണെങ്കിൽ ഇങ്ങനെ പരത്തുമ്പോൾ പൊടിഞ്ഞു പോകും. അതിന് നമ്മൾ ഇഡ്ഡലി തട്ടിലോ എന്തിലെങ്കിലും വെച്ച് ഒന്ന് ആവി കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് പരത്താൻ പറ്റും. ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. കണ്ട, അങ്ങനെ എല്ലാം നമ്മൾ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 2 സൈഡും. നമുക്കിനി കുറച്ച് മൈദപ്പൊടി കലക്കിയെടുക്കാം. 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പാലിൻ്റെ കട്ടിയിൽ, ഇച്ചിരി കൂടി കട്ടിയിൽ കലക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതാ ഈ കട്ടിയിൽ കലക്കി കൊടുക്കുക കേട്ടോ. ഇത് ഇനി ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്രീമും ബ്രെഡും ബ്രെഡ് പൊടിയും മൈദപ്പൊടി കലക്കിയതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം. ആദ്യം നമുക്കൊരു ബ്രെഡ് എടുക്കാം. എന്നിട്ട് നമ്മുടെ മൈദപ്പൊടിയിൽ ലേശം ഇതിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രീമിൽ കുറച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒട്ടി. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഒട്ടി കൊടുക്കണം. ഇവിടെയും ഒട്ടി. ഇതാ അടുത്തത് ഇപ്പുറത്ത് ഇവിടെയും ഒട്ടി. ഇനിയിപ്പം നമുക്ക് ഈ മാവിലൊന്ന് മുക്കി കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് പൊടിയിലൊന്ന് മുക്കി കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുക. അടുത്തത് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. സൈഡ് ഇങ്ങനെ വെക്കുക. ഈ അറ്റം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഒന്നുകൂടി മുക്കി കൊടുക്കുക. ഇവിടെയും ഇവിടെയും ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതാ നമുക്കിത് വെക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. 2-3 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയേ. കൂടുതലിട്ട് കൊടുത്തിട്ട് ഇളക്കാൻ പറ്റാതാവണ്ട. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേഗം വേഗം ആവുമേ. അടിയിലുള്ള സാധനം വെന്തതല്ലേ, കണ്ടില്ലേ. ചെറിയ തീയിൽ വേവിച്ചാൽ മതിയേ. എല്ലാ സൈഡും ഒരേപോലെ കളറായി വരട്ടിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡും പഴവും കൊണ്ടുള്ള റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴവും ബ്രെഡും കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. അതിതാ മേലെ നല്ല മുരുമുരേനായിരിക്കും, അടിയിൽ നല്ല ക്രീമുമായിരിക്കും. ഞാൻ ഒന്നെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. അയ്യോ, ഇത് കണ്ടോ, അടിയിൽ ക്രീമും മേലെ മുരുമുരേനെ. തിന്നാം. ഈ മഴക്കാലത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ മക്കളെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ മക്കളെ.